ക്രോസ് കുറച്ച് ബുദ്ധി വേണം, പുള്ളി വരാ പൂജ്യം വേണം. ഹലോ, വെൽക്കം ടു ക്രോഷേ മമ്മ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ ഷോർട്സിൽ ഡെയിലി ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. അതിനൊക്കെ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് എൻ്റെ വർക്ക് സ്പേസ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഐക്കയുടെ ആപ്പിലൊക്കെ നോക്കി 2 കുറേ ടേബിൾസ് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് നേരിട്ട് കാണണമല്ലോ. അപ്പോൾ ബാംഗ്ലൂർ എത്തിയപ്പം അവരുടെ ഐക്കയുടെ ഷോറൂമിൽ പോയി ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എത്തിയിട്ടുണ്ട് ഐക്കയിൽ. അപ്പോൾ ഫസ്റ്റത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കാറ് ചാർജിലിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരോട് അന്വേഷിച്ചപ്പോൾ ബേസ്മെൻറ്റിൽ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നോക്കാം. യെസ്, ഞങ്ങളങ്ങനെ ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിച്ചു. ബേസ്മെൻറ്റിൽ തന്നെ ആയിരുന്നു. അപ്പോൾ കുത്തിയിട്ടതിന് ശേഷമാണ് മനസ്സിലായത് ഐക്കയിൽ ചാർജിങ് ഫ്രീ ആണെന്നുള്ളത്. എല്ലാവർക്കും ഹാപ്പിയായി. എന്തായാലും ഈ ഒരു ഡേ ഫുള്ള് ഇവിടെ ഐക്കയിൽ തന്നെ ആയിരിക്കും. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് കയറിയപ്പോൾ തന്നെ അവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ടേബിൾ നോക്കാനുള്ളത് കൊണ്ട് ആദ്യം വേറെ ഒന്നും നോക്കാൻ നിന്നില്ല, നേരെ ടേബിളിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇവിടെ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ ഒരു സ്പേസിലാണ് ടേബിൾസും ചെയർസൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ സെലക്ട് ചെയ്ത് ഈ ഒരു ടേബിൾ ഞാൻ സെലക്ട് ചെയ്തു. ഇതായിരുന്നു എനിക്ക് ഭയങ്കര ക്വാളിറ്റി ഒക്കെ തോന്നിയത്. കുറേ ടേബിൾ ഞാൻ കാർട്ടിലിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഇവിടെ എത്തിയപ്പോൾ ക്വാളിറ്റി തോന്നിയില്ല എനിക്ക്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ കണ്ടതാണ് ഈ ഒരു ടേബിൾ. ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ചെറിയതാണ്, സൈസും ചെറുതാണ്, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കര ഓവർ പ്രൈസായി എനിക്ക് തോന്നി. അപ്പോൾ അത്ര പ്രൈസിൽ ഞാൻ വാങ്ങണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം സെലക്ട് ചെയ്ത ടേബിൾ മാറ്റി വെച്ചു. അപ്പോൾ അവരുടെ മക്കൾ ഒരു ബുക്കിൽ അതിൻ്റെ പേരും നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. കാരണം താഴെ വെയർ ഹൗസ് പോയിട്ട് വേണം ഇത് ഈ ഒരു ടേബിൾ കളക്ട് ചെയ്യാൻ. അപ്പോൾ ആ ഒരു പോണ ടൈമിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ടായിരുന്നു. അവർ റൂം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം, അവർക്ക് ഈ സാധനങ്ങളൊക്കെ വേണമെന്നുള്ളത് അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നു. എത്തിക്കഴിഞ്ഞാൽ എല്ലാ സാധനം ഇവർക്ക് വേണ്ടി വരും. പക്ഷെ എല്ലാം വാങ്ങിക്കൊടുക്കാനൊന്നും കഴിയില്ല. പക്ഷെ അവരെല്ലാം ചെക്ക് ചെയ്ത് അത് രസമുണ്ടോയെന്നൊക്കെ നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ 2ാമത്തെ ടേബിൾ നോക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് 2ാമത്തെ ടേബിൾ അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, അതിപ്പോൾ അവൈലബിൾ അല്ല ബാംഗ്ലൂർ. അപ്പം അവർ എങ്ങനെയാണ് അത് എത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ വിചാരിച്ചു ഒരു ടേബിളെ സെലക്ട് ചെയ്യുന്നുള്ളൂ, അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് വരാം. ഐക്കയിൽ ഭയങ്കര ഓഫർ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു. പിന്നെ വീക്കെൻഡും ആയതുകൊണ്ടും സൺഡേ ആണ് എത്തിയിട്ടുള്ളത്, അതുകൊണ്ടും ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ കാല് കുത്താനുള്ള സ്ഥലമല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കൂടുതൽ ഒരു താല്പര്യമില്ലായിരുന്നു, കുറേ ആൾക്കാരുള്ളതുകൊണ്ട്. ഫുഡിന് തന്നെ ഓൾമോസ്റ്റ് 2 hours വെയിറ്റ് ചെയ്തിട്ടാണ് അവിടുന്ന് ഫുഡ് തന്നെ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ മക്കളൊക്കെ വിശന്ന് ഓൾമോസ്റ്റ് ടയേർഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ രസമാണ് ഈ ഒരു ആംബിയൻസ് കാണാനും ഈ ഒരു കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു പ്രത്യേക രസമാണ്. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണിത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തു നടക്കാൻ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ഇവരെ ആകെ ടയർഡായി. കാരണം നടന്ന് എന്തായാലും കാല് വേദന. അപ്പോൾ ഇവരെ സ്ഥിരം പരിപാടിയാണ് കുറേ പില്ലും ടോയ്സൊക്കെ കളക്ട് ചെയ്ത് ഒരു ട്രോളിയിലാക്കി വെക്കും, അതിൻ്റെ മുകളിൽ ഇവർ ഇരിക്കും. ഇവരെ സ്ഥിരം പരിപാടിയാണിത്. പിന്നെ ഇതുപോലെ നിങ്ങളുടെ വർക്ക് സ്പേസ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇങ്ങനത്തെ മാറ്റുകൾ, അടിപൊളി മാറ്റുകൾ ഉണ്ട്. ഇതൊക്കെ എസ്തെറ്റിക് തീമിന് പറ്റിയിട്ടുള്ളതാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു മാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ബാംബൂ മാറ്റാണ്. ഇപ്പോൾ 2 കാർട്ടിൽ കയറി നിൽക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് എത്തിയിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു ഐക്കയുടെ ലാസ്റ്റ് സെഷനിലെത്തി. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമുക്ക് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പ്ലാന്റ്സും ലീഫുകളൊക്കെ വരുന്ന സെഷൻസ് ഉള്ളത്. പിന്നെ കുറേ അടിപൊളി ഫ്ലവർ വേസസ് ഉണ്ട്, ട്രാൻസ്പെറൻറ്റും കളേഴ്സും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഞാൻ 2 ഫ്ലവർ വേസ് സെലക്ട് ചെയ്തു. ഒന്ന് കയറക്ക് അവൾക്കൊരു ഫിഷ് ഉണ്ട്, ആ ഫിഷ് ഇടണം പറഞ്ഞിട്ട് ഒരു ബൗൾ സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ക്രോഷ്യ ബൊക്കേസൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരു ബൗളും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഹാങ്ങിങ് ലീവ്സ്, സക്കുലൻസ്, അങ്ങനത്തെ അടിപൊളി കളക്ഷൻസ് വേറെയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല. സോ ഇനി ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിൻ്റെ വെയർ ഹൗസാണ്. അവിടെ കറക്റ്റ് ടേബിൾ എവിടെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ തന്നെ പോയി സെലക്ട് ചെയ്യണം. ഇവിടെ റാക്ക് നമ്പർ 9 ലൊക്കേഷൻ 10-ലാണ് നമ്മുടെ ടേബിൾ ഉള്ളത്. അപ്പോൾ മിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞൊരു ടേബിളാണിത്.
അപ്പോൾ അതെടുത്തു. എടുത്തിട്ട് ബില്ലിംഗ് കൗണ്ടറിൽ പോയി. അവിടെയും ഭയങ്കര റഷായിരുന്നു. അപ്പോൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ ഒരു ഫ്ലവർ വേസ് പാക്ക് ചെയ്യണം, നമ്മൾ തന്നെ സെൽഫ് പാക്ക് ചെയ്യണത്, അല്ലെങ്കിൽ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. സോ ന്യൂസ് പേപ്പേഴ്സും പ്ലാസ്റ്റിക് റോൾസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും, നമ്മൾ തന്നെ പാക്ക് ചെയ്തെടുത്തു. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് രാത്രി ആവാറായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയ ടൈം പോകുന്നത് അറിയേയില്ല. പിന്നെ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും സ്നാക്സൊക്കെ ഇവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് ഈസിയാണ്, പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാറിൽ പോകണം. കാറിൽ കൊള്ളുമോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ടേബിൾ ആയതുകൊണ്ട് കൊള്ളും എന്നുള്ളൊരു അസംഷൻ വെച്ചിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഡിക്കിയിൽ എന്തായാലും കൊണ്ടില്ല, ഞങ്ങൾ കറക്റ്റ് സെൻറ്ററിലാണ് വെച്ചിട്ടുള്ളത്. സെൻറ്ററിൽ പിന്നെ ഒരു കയറൊക്കെ വാങ്ങി അവിടെ കെട്ടിക്കൊടുത്ത് കറക്റ്റ് സീറ്റിൽ കെട്ടി കൊടുത്തപ്പോൾ കറക്റ്റ് സീറ്റിൽ സെൻറ്റർ പൊസിഷനിൽ ഇത് കൊണ്ടു. 2 days കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് തന്നെ ഈ ടേബിൾ അൺബോക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഐക്യയുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അവർ ഇതൊക്കെ ഒരു പസിലായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടാവുക. ഇത് ഫുൾ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു ടേബിളാക്കി മാറ്റണം. അത് ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണി. അതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഇത് ജോയിൻ ചെയ്തു. ഫസ്റ്റ് തന്നെ സുഹേൽ വന്നിട്ട് സുഹേലിന് ഇത് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇത് തുറന്ന് നോക്കിയപ്പോൾ എങ്ങനെയാണ്. പിന്നെ അതിൽ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ് ചെയ്യേണ്ടത്. എത്ര കൊടുത്താലും നമുക്ക് തെറ്റിപ്പോവും, കാരണം ചെറിയ സ്ക്രൂവും ഒരുപാട് സ്ക്രൂകൾ ഉണ്ടാവും, പിന്നെ ഒരുപാട് പാർട്സുകൾ ഒരുപാട്. പിന്നെ ഈ ഒരു ടേബിളിൻ്റെ ലെഗ് എന്ന് പറയുന്നത് ഫുൾ കമ്പിയാണ്, അപ്പോൾ ഒരുപാട് കമ്പികളുണ്ടായിരുന്നു. അതിൽ സ്ക്രൂ ഒന്ന് തെറ്റിപ്പോയാൽ തന്നെ ഫുൾ തെറ്റും. അപ്പോൾ ഇടയ്ക്കൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ ഒരു ജോയിനിങ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആക്കി എടുത്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാത്ത ഞങ്ങൾ പരിപാടി ഈ ഒരു ടേബിൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു. മക്കളതുകൊണ്ട് വേഗം എണീറ്റു. നേരം വൈകി എത്തിയതുകൊണ്ട് ഇന്ന് മക്കളെ സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇൻസ്ട്രക്ഷൻസൊക്കെ ഓരോന്നായി വായിച്ച് എങ്ങനെയാണിത് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിക്കുകയായിരുന്നു. ആക്ച്വലി ഐക്യയുടെ എല്ലാ ബുക്ക്ലെറ്റിലും അവർ സ്വീഡിഷ് ലാംഗ്വേജാണ് കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവില്ല, പക്ഷെ അവർ എല്ലാം ഡയഗ്രമാറ്റിക്കലി കൊടുത്തിട്ടുണ്ടാവും. ഒന്നും എഴുതാതെ തന്നെ കറക്റ്റ് പിക്ചറായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു പിക്ചറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ചെറിയൊരു കാര്യം തെറ്റിപ്പോയാൽ തന്നെ ബാക്കിയുള്ള ജോയിനിങ് കംപ്ലീറ്റ് തെറ്റിപ്പോവും. ഇതിൽ കുറേ പാർട്സും ഉണ്ട് ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇതൊരു ഫണ്ണാക്കി എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് തുടങ്ങുമായിരുന്നു. അപ്പോൾ ഐറിനൊക്കെ ഭയങ്കര ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇല്ല, അപ്പോൾ തെറ്റിപ്പോയി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവളും അവളുടെ വക ഫുൾ ഐഡിയാസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതിലും കൂടുതൽ രസം ഉണ്ടാവുക എല്ലാവരും ജോയിൻ ചെയ്ത് അവരുടെ ഐഡിയാസ് ഒക്കെ കളക്ട് ചെയ്ത് ചെയ്യുമ്പോഴാണ്. കാരണം ഇതൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതൊരു ശരിക്കും ഒരു ഫണ്ണാണ്, കാരണം നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ സുഹേലിനാണ് ഇത് കൂടുതൽ ഇൻട്രസ്റ്റ് ഇത് ജോയിൻ ചെയ്യാൻ. ഞങ്ങൾക്കിത് പാർട്സ് ജോയിൻ ചെയ്യാൻ തന്നിട്ടേ ഇല്ല, ഓൻ തന്നെ ഇരുന്നു ഇത് ഫുൾ ഇരുന്ന് ജോയിൻ ചെയ്തത്. ഞാൻ കുറേ ടേബിൾ ഐക്യൻ്റെ ആപ്പിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഈ ഒരു ടേബിളാണ് കേട്ടോ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്തത്. കാരണം ലെഗ് ഫുൾ കമ്പി ആയതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ടേബിൾ ടോപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതിൻ്റെ കളറും എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് വാങ്ങിയത്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ 2 ലെയറുള്ള ടേബിൾ കിട്ടിയാൽ എനിക്ക് കുറേ ഡെക്കോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വെക്കാമല്ലോ എന്നുള്ളത്. അപ്പോൾ അതും നടന്നു. പിന്നെ സൈസും ഞാൻ സൈസ് ആക്ച്വലി പ്ലാൻ ചെയ്തത് ഈ ഒരു ടേബിളിൻ്റെ താഴെ എനിക്ക് ഐക്കിന് തന്നെ വാങ്ങിയൊരു ബോക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഇത് കൊള്ളിക്കണം ആ ഒരു സൈസ് വെച്ചിട്ടായിരുന്നു ഞാൻ മെഷറൊക്കെ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ അത് തെറ്റിപ്പോയി. 4 ബോക്സ് ഉണ്ടായിരുന്നു എനിക്ക് താഴെ വെക്കാൻ. പക്ഷേ ഈ ഒരു ടേബിളിൻ്റെ ലെഗ് ചെരിഞ്ഞിട്ടുള്ള ഒരു കാലായതുകൊണ്ട് അത് താഴത്ത് വെച്ച് 2 ബോക്സ് മാത്രമേ വെക്കാൻ കഴിഞ്ഞുള്ളൂ. മുകളിൽ എനിക്ക് 2 ബോക്സ് വെക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു പ്ലാനിങ് ആണ് എൻ്റെ തെറ്റിപ്പോയത്. കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു, ബട്ട് എന്തോ അത് ഈ ഒരു ലെഗ് ചെരിഞ്ഞു പോകണം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഇനി ടേബിൾ ജോയിൻ ചെയ്യാൻ ഞങ്ങൾ ഇരുന്നും കിടന്നും മറിഞ്ഞും ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് ഐക്യയുടെ ആ ഒരു ബുക്ക്ലെറ്റിൽ കറക്റ്റ് നമ്മൾ ഇരിക്കേണ്ട പൊസിഷൻ വരെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയത്. എന്തായാലും കാലുകളൊക്കെ കംപ്ലീറ്റ്ലി ജോയിനിങ് തീരാറായി. ഇനി ടേബിൾ ടോപ്പാണ് വെക്കാൻ ബാക്കിയുള്ളത്. അപ്പോഴേക്കും സ്ക്രൂ എന്തെങ്കിലും ഒന്ന് സ്ക്രൂ മിസ്സായി പോയാലും നമ്മൾ പിന്നെ ബാക്കി ജോയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്.
ഞങ്ങൾ ഇന്നലെ രാത്രി വളരെ ലേറ്റായിട്ട് എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ വന്ന ലഗേജ് കംപ്ലീറ്റ്ലി എൻ്റെ റൂമിൽ ഫുള്ളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഫുൾ മോശമാണെങ്കിലും ഞാൻ വീഡിയോ എടുത്തു. എനിക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചതായിരുന്നു എൻ്റെ വർക്ക് സ്പേസ് മെല്ലെ മെല്ലെ റെഡിയാക്കി കൊണ്ടുവരുന്നുള്ളത്. സോ ഞാൻ ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കിയില്ല. സോ നിങ്ങളാരും ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കണ്ട. ഞാൻ ചെയ്യുന്നത് എനിക്ക് ആ ഒരു ചെയ്യുന്ന കോൺസെൻട്രേഷനിലുമായിരുന്നു ഞാൻ. അപ്പോൾ ബാക്കി വെച്ചതൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഒരു ടേബിൾ സെറ്റ് ആവണം, എനിക്ക് എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്ത് ആ ഒരു കോർണറിൽ വെക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെറിയ ടേബിൾ സെറ്റ് ചെയ്യാൻ ഇത്രയും ടൈം എടുക്കുന്നോ പറഞ്ഞിട്ട് സുൻകാക്കി വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. ഞങ്ങൾ ആക്ച്വലി ടൈം പോയത് അറിഞ്ഞില്ല. കുറേ സമയം ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. സുൻക അറിയാതെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമുക്ക് 2 ടൈപ്പ് സ്ക്രൂകളാണ് ഐക്യക്കാർ തന്നിട്ടുള്ളത്. കണ്ടോ, 18 എണ്ണം, ഇത് 3 എണ്ണം. ഒന്ന് മിസ്സായ സാധനം ഫ്ലോ ഇതിലുള്ള അത്രയും. അതാണ് ഈ ഐക്യം വാങ്ങുമ്പോൾ സ്ക്രൂ ഒരിക്കലും കളയരുത്. മനസ്സിലായില്ലേ? എല്ലാ സാധനവും ഒരു തരും, പക്ഷെ അതിന് മിസ്സായ സാധനം പിന്നെ പറ്റൂല. ഒരു വേറെ എക്സ്ട്രാ സ്ക്രൂവും തരും. ഇന്നലെ വിളിച്ച് ചോദിച്ച് എവിടെ പോവാ, ഹൈദരാബാദ് പോവാം. ഞങ്ങൾ ആക്ച്വലി ഭയങ്കര എന്റർടൈൻമെന്റ് ആക്കിയിട്ടാണ് ഈ ഒരു ടേബിൾ ജോയിനിങ് എടുക്കുന്നത്. ഒരു ടേബിൾ കിട്ടാത്തതുകൊണ്ട് ഇന്നലെ ജന ഐക്യയിലൊക്കെ വിളിച്ച് അന്വേഷിച്ച് അത് എത്തിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പേപ്പർ നോക്കി വായിക്കുക. രണ്ടാമത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഐക്യക്കാരെ ഫോം വിളിക്കുക. മനസ്സിലായോ? ഫോം വിളിക്കുക. പിന്നെ 2 ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഒരാൾ മാത്രമല്ല. കണ്ടോ, ഇതൊക്കെ ഒരു പറഞ്ഞു നിൽക്കണം ഐക്യക്കാരൻ. എന്നിട്ട് നമ്മൾ തെറ്റിക്കരുത്. കണ്ടില്ലേ, ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ സുഹേലിനെ മാക്സിമം അവൻ്റെ കോൺസെൻട്രേഷൻ കളയാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. എന്നാൽ തെറ്റിക്കഴിഞ്ഞാൽ അവനെ ബ്ലെയിം ചെയ്യാലോ. ഒന്നും എഴുതിണ്ടാവില്ല, ഫുൾ ആക്ഷൻസ് ഉള്ളി. അതുകൊണ്ട് വായിക്കാൻ അറിയാത്തവർക്കും വിദ്യാഭ്യാസം കോൺസെൻട്രേഷൻ കളയല്ലേ ജന്ന. വായിക്കാൻ അറിയാത്തവർക്കും എഴുതി ഉണ്ടാവില്ല. കാരണം ഓരോ ഭാഷ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ടേബിൾ എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു മിറ്റ് പ്ലാൻ എന്നാ പറയാ. അതുകൊണ്ട് എഴുതാത്തോണ്ട് ചിലവർ പറയില്ല വായിക്കാൻ അറിയാം എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ഇത് ചെയ്യാൻ കഴിയും. കാരണം ഓൺലി ആക്ഷൻസ്. കുറച്ച് ബുദ്ധി വേണം, വിവരം വേണം. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വിവരം വേണം. വാവള്ളി വരാ പൂജ്യം വേണം. ഞാൻ ഇതൊക്കെ ചെയ്യാൻ കഴിയും. കുറച്ചൊരു ഗ്യാപ്പ് വേണം. ആക്ച്വലി ഈ ഒരു സമയമാകുമ്പോൾ എല്ലാവർക്കും വിശക്കുണ്ടായിരുന്നു. എത്ര സമയം പോയത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഒരുപാട് മണിക്കൂർ ഇതിൻ്റെ മുകളിൽ നിന്നു. അതുകൊണ്ട് കുട്ടികൾക്കും സുഹൈലിനും എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേബിൾ വേഗം സെറ്റ് ചെയ്ത് ഞങ്ങൾ അത് അറേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല. വേഗം അത് ഫിക്സ് ചെയ്തിട്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ പോണ പ്ലാനായിരുന്നു. കണ്ടോ, ഈ ടേബിളിന്റെ ഈ മിഡിലില്ലേ, അതിൽ 3 സ്ക്രൂ ആണ് വെക്കേണ്ടത്. അറ്റത്ത് സ്ക്രൂ ചെയ്യാൻ പറയുന്നുണ്ട്. സഞ്ജി ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് ടേബിൾ റെഡിയാക്കാൻ. അങ്ങനെ ടേബിൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ടേബിൾ ഫുൾ ഫിക്സ് ചെയ്തു. ഇനി താഴ്ന്നൊരു 3 സ്ക്രൂവും കൂടിയും താഴ്ത്തുനിന്ന് മുകളിലേക്ക് ഫിക്സ് ചെയ്യാനുണ്ട്. അതോടുകൂടി ഈ ഒരു ടേബിൾ അസംബ്ലി കംപ്ലീറ്റ് ആയി. അതിനിടയ്ക്ക് ഈ ഒരു സാധനം ഐറിൻ പറഞ്ഞ ഈ ഒരു സഞ്ചി എന്തിനാണെന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അത് അവിടെ ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചത് അവർ ജസ്റ്റ് വെച്ചതായിരിക്കണം എന്ന്. പക്ഷേ അതിൻ്റെ യൂസ് എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല. നിങ്ങൾക്കത് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് ആക്ച്വലി കിട്ടിയില്ല, പക്ഷെ കണ്ടുപിടിക്കണം അതെന്തിനാന്നുള്ളത്. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ ടേബിൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കംപ്ലീറ്റ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ബൈ.